തിരഞ്ഞെടുക്കാൻ കാരണം ഇതിന്റെ കഥയാണ്. കഥയും ആ കഥാപാത്രവും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത, ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു എലമെന്റ്, ഒരു ഹൂക്കിംഗ് പോയിന്റ്. ഇത് കൊള്ളാലോ, ഇത് ഇതുവരെ വന്നിട്ടില്ലല്ലോ, ഒരു സ്ഥലത്തും ചർച്ച ചെയ്യപ്പെടാത്ത, പറയാത്ത ഒരു കഥയാണ്. ഒപ്പം ആ കഥാപാത്രം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. നല്ല ഹ്യൂമർ സിറ്റുവേഷനിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഞാൻ കഥ കേട്ടപ്പോൾ തന്നെ ചിരിച്ചു. അദ്ദേഹത്തിനോട് പറഞ്ഞു പ്രൊഡക്ഷൻ ഉണ്ടോ, ഇല്ല എന്ന് ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ഓക്കെ പറഞ്ഞു. എന്നോട് എൻ്റെ ഒരു സുഹൃത്താണ് സന്തോഷാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. സന്തോഷം ഞാൻ പറഞ്ഞു, അണ്ണ ഒരു കഥ കേട്ടു, ഞാൻ സാധാരണ നല്ലൊരു കഥ കേട്ട് കഴിഞ്ഞാൽ ഇത് കൊള്ളാലോ പരിപാടി, ഇതിൽ കുറേ ചെയ്യാനുണ്ടല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കഥ കേട്ടിട്ട് ഉടനെ പറഞ്ഞു, ഇത് രസമായിട്ടുണ്ട്, നമുക്ക് ലക്ഷ്യം ചിഫർ സാറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം, കുഴപ്പമൊന്നുമില്ല. അല്ല എന്നാലും ഒരാളോട് ചിരിക്കാനുണ്ടാവൂല്ലോ. ഒറ്റയ്ക്ക് പോണോ, പുള്ളിയും കൂടെ ആകുമ്പോ നല്ല ഒറ്റയ്ക്ക് ചിരിക്കുന്നതിനൊക്കെ നല്ലതാണ് ഒരാൾ ചിരിക്കുന്നത്. അതെ, അങ്ങനെ പുള്ളിയായിട്ട് ചേർന്ന് ഈ സിനിമയിലേക്ക് വന്നതാണ്. ഈ എനിക്ക് തോന്നുന്നു അണ്ണൻ തമ്പിക്ക് ശേഷമാണ് മീശ പഠിച്ചുകൊണ്ടൊരു വേഷപ്പകർച്ച. അപ്പോൾ ഇതിനിങ്ങനെ ചെയ്താൽ, മീശ പഠിച്ചാൽ ആ കട്ടിക്കണ്ണടയ്ക്ക് ഒരു വേറെ തന്നെ ഒരു ക്യാരക്ടറാണല്ലോ, കുറച്ച് പുതുമകളുള്ള ക്യാരക്ടറാണല്ലോ, സാധാരണ ആളെ പോലെ അല്ല അയാൾ ബിഹേവ് ചെയ്യുന്നത്. മീശ പഠിച്ച് കണ്ണട വെച്ചാൽ അത് സുരാജേട്ടന് തോന്നിയ ഐഡിയ ആണോ ആ ക്യാരക്ടർ ഡിസൈൻ? സംവിധായകൻ തന്നെയാണ്, അദ്ദേഹം ആമിർ തന്നെയാണ് ഇത് മീശ പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പുള്ളിയോട് പറഞ്ഞു എന്തെന്ന് വെച്ചാൽ ഐഡിയ വേണ്ട, അഭിനയിച്ചാൽ മതി എന്ന് ക്യാരക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇത് വൃത്തിയേടാവും, ഞാൻ മീശ പഠിച്ചു കഴിഞ്ഞാൽ കോമഡി വെറും വേറൊരു ലുക്കാവും എന്ന് പറഞ്ഞ് ഒരു പ്രശ്നമല്ല. അങ്ങനെ പുള്ളി തന്നെ അതിൻ്റെ സ്കെച്ചൊക്കെ തയ്യാറാക്കി അവസാനം ചെയ്തു വന്നപ്പോഴാണ് രസമുണ്ടല്ലോ എന്ന് തോന്നി. ആദ്യം കേട്ടപ്പോൾ ഞാൻ നോ പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ അത് വേണോ, കാരണം വൃത്തികേടാവൂന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഡയറക്ടർ പറഞ്ഞു അതാ ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വൃത്തികേടിന് അവൻ ഇങ്ങനെ ഈ നീളത്തിലുള്ള ലോങ് സ്ലീവ് ടീഷർട്ടുകൾ, അതുപോലെ ഓഫീസ് സ്പേസിലൊക്കെ ഇടുന്ന പോലത്തെ കാഷ്വൽ ഷർട്ടുകൾ അതിട്ടിട്ട് അടിച്ചു വരും തുടക്കുകയൊക്കെയാണ് ചെയ്യുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ ഈ ഒരു ഐഡിയ ഉണ്ടല്ലോ, ഇത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ചില അധികം സുരേട്ടൻ ഇട്ടില്ലാത്ത വസ്ത്രങ്ങൾ തന്നെ, അതും പുതുമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തത് കഥാപാത്രത്തിന് വേണ്ടി ചെയ്തതാണ്. അല്ല, അത് നമുക്ക് നമ്മുടെ സോക്കോൾഡ് നമ്മുടെ മൈൻഡിനകത്ത് ഇന്ന ഡ്രസ്സ് ഇട്ടാൽ ഇന്ന ജോലി ചെയ്യുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജോലിക്ക് അങ്ങനെയുള്ളതിനപ്പുറത്ത് ഞാനിപ്പോൾ കലൂര് നിങ്ങളുടെ ഫ്ലാറ്റിന് നേരെ മുമ്പിൽ ഒരു കരിക്ക്, അവിടെ അധിക സമയങ്ങളും പ്രീ പ്രൊഡക്ഷൻ അവിടെ ആയിരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കരിക്ക് ആള് കരിക്ക് വെക്കുന്നതല്ല, അത് അവസ്ഥ അതായിരുന്നല്ലോ പ്രീ പ്രൊഡക്ഷൻ. അപ്പൊ അവിടെ ഇത് കരിക്ക് ചെത്തി കൊടുക്കുന്ന ആള് ഇൻസേർട്ട് ചെയ്തിട്ട് ഷൂ ഒക്കെ ഇട്ട് ഞാൻ പറഞ്ഞു നമുക്ക് എവിടെ നിന്നാണ് ഒരു ക്യാരക്ടറിന്റെ കോസ്റ്റ്യൂം പരിപാടികൾ കിട്ടുക എന്നുള്ളത്. പക്ഷേ അയാൾ അപ്പോൾ നമുക്ക് പറഞ്ഞത് എക്സ്ട്രാ ഡീസന്റ് കരിക്ക് വിൽപ്പനക്കാരനാണല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന കോലത്തിൽ. അതല്ല റീസൺ ഞാൻ പറഞ്ഞത്. അങ്ങനെ അയാൾ ചെയ്യുന്ന പരിപാടികളില്ല, മറിച്ച് അയാളുടെ സ്വഭാവ സവിശേഷമായിട്ട് അയാൾക്ക് എന്തൊക്കെ തരത്തിലാണ് അയാളുടെ സ്വഭാവം എന്നുള്ളത് ഒറ്റയടിക്ക് നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്ന അയാളുടെ ലുക്കിലാണ്. സ്വഭാവം ഇന്നതായിരിക്കും, ഇയാൾ അങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ എക്സ്ട്രാ ഡീസന്റ് ശരിക്കും എക്സ്ട്രാ ഡീസന്റ് ആണോ, എന്ത് തരം എക്സ്ട്രാ ഡീസന്റ് ആണ് ഇയാൾ ഈ ഡീസൻസി എന്നുള്ളത് ഇപ്പോൾ ലുക്ക് കൊണ്ട് മാത്രമേ ഉള്ളൂ, സ്വഭാവം കൊണ്ട് ഏത് തരത്തിലുള്ള ഡീസൻസിയാണ് ഇയാളെ കൊണ്ട് നടക്കുന്നത് എന്നുള്ളതൊക്കെ സിനിമക്കകത്ത് നമ്മൾ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ഒരു വർഷം സെമിനാരിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് അവസാനിപ്പിച്ചിട്ടാണ് പിന്നെ പ്രൊഡക്ഷനിലേക്കൊക്കെ ഇറങ്ങുന്നത്. സാധാരണ ഇങ്ങനെ അതെ സെമിനാരിൽ ഒരു വർഷം പഠിച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ ദൈവത്തിലേക്ക് അടുക്കുമ്പോഴൊക്കെയാണല്ലോ ഇങ്ങനെ ബോധോദയങ്ങളൊക്കെ ഉണ്ടാവുകയെന്ന് കേൾക്കുക. പക്ഷെ നേരെ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് പിന്നെ സിനിമ പ്രൊഡക്ഷൻ ചെയ്യാന്നുള്ള ബോധോദയം ഉണ്ടാവുന്നത്. അതിന്റെ പിന്നിലത്തെ കാര്യം എന്താണ്? അല്ല അങ്ങനെയല്ല, അന്നത്തെ ഒരാഗ്രഹമായിരുന്നു ഒരു വൈദികനാകുക എന്നുള്ളതൊക്കെ. അപ്പോൾ പക്ഷേ അത് കഴിഞ്ഞിട്ട് ആ തീരുമാനം നമ്മൾ PUN മാറ്റി. പിന്നീട് നമ്മൾ അച്ഛനാവുക എന്നുള്ളത്, കുട്ടികളിലെ അച്ഛനാവുക എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നതോടുകൂടി നമ്മൾ ആ ആഗ്രഹം മാറ്റി. പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അന്നൊക്കെ ഓർത്ത് ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ PUN ചെയ്യണം. അതിങ്ങനെ വൈദികനായാലേ ഉള്ളൂ ഈ ചെറുപ്പം പോലെ. അതെ, ലിസ്റ്റിനായിട്ട് ചെയ്യുന്ന സിനിമകൾക്ക് ഒരു വലിപ്പം ഉണ്ടല്ലോ, അതായത് കുറേ ഫൈറ്റ്സ്, ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടേഴ്സ്, അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ARM ആയാലും അല്ലെങ്കിൽ കടുവയ്ക്കൊക്കെ ആ സ്വഭാവം ഉണ്ടല്ലോ. സാധാരണ അങ്ങനത്തെ പ്രൊഡക്ഷൻ ഹൗസുകൾ പിന്നെ അത് തന്നെ ആവർത്തിക്കാനേ നോക്കുള്ളൂ. ലൈക്ക് ആയാലും ശരി, ഹോംബാല ആയാലും ശരി, ഒക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നേരെ മറിച്ചിട്ട് ചെറിയ സിനിമകൾ, പ്രൊഡക്ഷനിലും ബഡ്ജറ്റിലുമുള്ള ചെറുപ്പം ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ വലിയ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ലിസ്റ്റിൻ ചേട്ടൻ എടുക്കുന്ന പ്രോജക്റ്റ് അതിനെ എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നത്? അങ്ങനെയല്ല, സിനിമ എന്ന് പറയുന്നത് കണ്ടന്റാണ്.
ആ കണ്ടന്റിന് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ സിനിമ ARM പോലെയുള്ള ഒരു സിനിമ അല്ല വേറൊരു സിനിമ വരുമ്പം അതിൻ്റെ കണ്ടന്റാണ് അതിൻ്റെ വലിപ്പം വെക്കുന്നത്. ഇപ്പം ഈ സിനിമയ്ക്ക് ഈ വലിപ്പം മതി, ആ സിനിമയ്ക്ക് ഇപ്പം അല്ലെങ്കിൽ അതർ സിനിമയ്ക്ക് അതിൻ്റെ വലിപ്പം വേണം. ആ കണ്ടന്റാണ് അതിനെല്ലാം ഡിമാൻഡ് ചെയ്യുന്നത്. ഇപ്പം ചെറിയ സിനിമ വലിയ ലെവലിൽ ഹിറ്റടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതൊരു വലിയ സിനിമയായി മാറി. ഇപ്പം നിങ്ങൾക്കറിയാം നമ്മളിപ്പോൾ കുറേ വലിയ സിനിമകൾ, മറാഠി സിനിമകളൊക്കെ ഉണ്ട്. ഏറ്റവും വലിയ ഹിറ്റായ സിനിമ എന്നൊക്കെ പറയുന്നത് ചെറിയ സിനിമ അല്ലേ, ഏറ്റവും ചെറിയ സിനിമയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ആ ചെറിയ സിനിമയാണ് നമ്മളെല്ലാവരും സംസാരിക്കുന്നത്. അപ്പം അത് കാന്താര എന്ന് പറയുന്നത് നമ്മൾ സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ സിനിമയായിരുന്നു. ഇവിടെ ഞാൻ 4 സ്ക്രീനിലാദ്യം 4 തിയേറ്ററിലാദ്യം റിലീസ് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം ഇതൊന്നും അങ്ങനെയൊന്നുമില്ല. അപ്പം ഒരു ഹിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ലെവലിലേക്ക് അത് പോകാനായിട്ട് അധികം താമസം പോലും വേണ്ട. അപ്പം കാരണം ഈ മൗത്ത് ടോക്ക് എല്ലാത്തിലേക്കും ചെല്ലുകയാണ്, ഇത്രയധികം ഓൺലൈൻ പ്ലാറ്റ്ഫോം. അപ്പം ഇതൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ഉടനെ ആ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി എല്ലാ ലാംഗ്വേജിലേക്കും പോയി അങ്ങനെ ഇപ്പോൾ വലുതാകുന്നൊരു ഇവിടുന്ന് പിന്നെ പാനന്തിനാവട്ടെ. തീർച്ചയായിട്ടും ഗിരീസ്, ഈ ഡ്രാമ നടക്കുന്ന സമയത്ത് ഗിരീസിന് മുഖത്ത് വരുന്നൊരു ഭയമുണ്ട്. ഇപ്പം നുണക്കുഴിയിലായാലും ശരി, കുമ്പളങ്ങിയിലായാലും ശരി, ഒരു പ്രശ്നം നടക്കുമ്പോൾ മുഖത്തൊരു ഭയം വരുമല്ലോ. അത് അങ്ങനത്തെ ഒരു സീൻ വരുമ്പോൾ കുറച്ചും കൂടി എനിക്ക് എന്തോ ചെയ്യാനുണ്ട്, ഇത് ഞാൻ മുമ്പ് ചെയ്ത് വിജയിപ്പിച്ചാണല്ലോ, അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് വരുമോ എളുപ്പം? അത് ആക്ച്വലി ഭയം എന്ന് പറയുന്നത് 2 രീതിയിൽ എടുക്കാം. ചിലപ്പോൾ നമ്മുടെ മാത്രം ഒരു ഷോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ചും കൂടെ നമ്മുടെ മാത്രം ഫോക്കസ്ഡ് ആണ്, അപ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് അത് പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷെ അതല്ല, ഒരു വൈറ്റ് ഷോട്ട് ആണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഒരു പോർഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ എന്നാൽ നമ്മുടെ ഇമോഷൻ അതിനകത്ത് കാണിക്കുകയും വേണം. അത് നമ്മുടെ അടുത്ത ഷോട്ടിലേക്കുള്ള നമ്മുടെ ഒരു ക്യൂ ആണ്. ഇവിടെ ഞാൻ എന്തിടുന്നു എന്നുള്ളതാണ് അടുത്ത ഷോട്ടിലേക്ക് വരുന്ന എൻ്റെ ക്യാരക്ടറിന് എനിക്ക് കിട്ടുന്ന ക്യൂ ആണ്. അപ്പം ആ ഇമോഷൻ നമ്മുടെ അടുത്ത് ഡയലോഗ് ഉണ്ടോ, നമുക്ക് ഷോട്ട് വെച്ചോ എന്നുള്ളതൊന്നുമല്ല. അത് ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അതിൻ്റെ ആ ഒരു ഡെപ്ത് ഉള്ളിലേക്ക് എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരിപാടി. അത് ആക്ച്വലി ഹ്യൂമർ ചെയ്യുമ്പോഴാണ് ഏറ്റവും പാട്. ഹ്യൂമർ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ടെൻഷൻ മറ്റുള്ളവർക്ക് ചിരിയാണ് വരുന്നത്. അത് ഇപ്പം ആക്ച്വലി ഇപ്പം നാഗേന്ദ്രൻ ചെയ്യുന്ന സമയത്ത് ഹസ്ബൻഡ് പോകുമ്പോൾ എനിക്ക് ആക്ച്വലി ഭയങ്കര ടെൻഷനും പരവേശമാണ്. പക്ഷെ അത് മറ്റുള്ളവർക്ക് കാണുമ്പോൾ അവർക്ക് ചിരിയാണ് വരേണ്ടത്. അത് സുരാജേൻ്റെ റിയാക്ഷനിലാണ് ആ ചിരി ഇരിക്കുന്നത്. അപ്പം ഞാൻ എത്ര കൊടുക്കുന്നോ അതനുസരിച്ച് എനിക്ക് ഇപ്പോഴത്തെ റിയാക്ഷൻ കിട്ടിയാലാണ് അതിൻ്റെ റിസൾട്ട് നന്നാവുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റില്ല. അത് ചെയ്ത് ഇതുപോലെ എങ്ങനെ കിട്ടിയെന്നാണ് ചോദിക്കുന്നത്. അതെനിക്ക് പറഞ്ഞു അതെങ്ങനെയാന്ന് വെച്ചാൽ പല ഡയറക്ടേഴ്സും കഥ പറയും, ഇൻട്രസ്റ്റിംഗാ. അത് കഴിഞ്ഞിട്ട് ഓക്കെ ഇപ്പം പറയും, പിന്നീട് ഒരു വിളി വരുന്നില്ല, അപ്പോൾ ഒരു ഭയം ഉണ്ടല്ലോ. അതായത് പിന്നീട് ഒന്നും വിളിക്കുന്നില്ലല്ലോ, അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കുന്നില്ലോ എന്നുള്ള അതിങ്ങനെ കുറെ പ്രോജക്റ്റുകളിൽ നിന്ന് അങ്ങനെ വരുന്ന ഒരു ഡെവലപ്പ് ചെയ്ത് മോൾഡ് ചെയ്തെടുത്തൊരു സാധനമാണ് ഈ അമരൻ എന്നുള്ള സിനിമയിലെ 18+ അളിയന്റെ ഒരു തുടർച്ചയായിരുന്നു ആ സിനിമ. അമരൻ വന്നത് ആക്ച്വലി 18+ കണ്ടിട്ടാണ്. ആ ക്യാരക്ടറിന് ചെറിയ സാമ്യങ്ങളുണ്ട്. 18+ OTT റിലീസായ സമയത്ത് അതിലൊരു അമരനിലൊരു മലയാളി അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു, അഖില എന്ന് പറഞ്ഞിട്ട്. മുട്ടൊക്കെ അവള് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവളിങ്ങനെ ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഒരു മലയാളി ആളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പുള്ളിക്കാരിക്ക് തന്നെ സ്ട്രൈക്ക് ചെയ്തിട്ടാണ് ഡയറക്ടർക്ക് സജസ്റ്റ് ചെയ്തു. പുള്ളിക്ക് ക്ലിപ്പ് ഒന്ന് കാണിച്ചപ്പോൾ പുള്ളിക്ക് ഓക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ തന്നെ വേറൊരു വേർഷൻ പോലെ